മനസ്സിൻ്റെ ആവിഷ്കാരമാണ് കവിതകൾ. അതിന്മേൽ താളവും ലയവും ഭാവവും ചേരുമ്പോൾ അവയ്ക്ക് ജീവൻ വയ്ക്കുന്നു. ഒരിക്കലും വറ്റാത്ത സ്നേഹത്തിൻ്റെ നേർത്ത മഷിത്തണ്ടുകൾ ആ മനസ്സുകളിൽ മുളയ്ക്കുന്നു. ഇവിടെ കവിതയും സംഗീതവും കൈകോർത്തിണങ്ങി നിൽക്കുന്ന മധുരഗീതങ്ങൾ പിറക്കുകയാണ്. ഇന്നലെയുടെ ഓർമ്മകൾക്കും നാളെയുടെ പ്രതീക്ഷകൾക്കുമിടയിൽ ഇന്നിൻ്റെ പ്രണയാർദ്രമായ നിമിഷങ്ങൾ പങ്കുവയ്ക്കുന്ന ഈ പാട്ടുകൾ നമ്മുടെ വികാര വിചാരങ്ങളുടെ താളങ്ങളാവുകയാണ്. ദുബായിലെ കലാമണ്ഡലം മ്യൂസിക് ആൻഡ് ഡാൻസ് സെൻ്ററിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന സംഗീത ആൽബമാണ് അകലേ നീ പാടൂ. ശ്രീ മോഹനൻ മംഗലശ്ശേരിയാണ് സംഗീത സംവിധാനം. ശ്രീ ഹരി വേണുഗോപാലിൻ്റേതാണ് പശ്ചാത്തല സംഗീതം. ശ്രീ സുരേഷ് രാമന്തളി, അനി കാഞ്ഞിരമറ്റം, രതീഷ് മത്രാടൻ, വേണു മുട്ടറ, രതീഷ് പൂക്കുന്നത്ത്, ബൈജു കാങ്കോൾ എന്നിവരാണ് ഗാനരചന നിർവഹിച്ചിട്ടുള്ളത്. കലാമണ്ഡലത്തിലെ സംഗീത അധ്യാപകൻ ശ്രീ മോഹനൻ മംഗലശ്ശേരിയെ കൂടാതെ സീനിയർ വിദ്യാർത്ഥികളായ സജിത് പി, മജീദ് അക്ബർ, ബിന്ദു ജയന്തുരാജ്, ശ്രീകുമാർ പള്ളായി, സോണി ദിപു, അജിത് ലാൽ, രാജേഷ് കലക്കുന്നത്ത്, പ്രജിൻ പ്രഭാകർ എന്നിവർ ആലപിച്ച പാട്ടുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. പറഞ്ഞതും പറയാൻ ബാക്കി വച്ചതുമായ പ്രണയാർദ്ര ഗീതങ്ങൾ അകലേ നീ പാടൂ. ഓക്കെ, എന്തായാലും ഇനിയിപ്പോ തിരിച്ച് നമുക്ക് ഹിറ്റ് എഫ് എം ലൈവിലേക്ക് വരാം. ഇവരെല്ലാവരും കുറേ നേരമായിട്ട് കാത്തിരിക്കുകയാണ്. 4 മണിക്കാണ് ഹിറ്റ് എഫ് എം ലൈവ് എങ്കിലും ഏകദേശം 2:45, 2:30 ആയപ്പോ തന്നെ എല്ലാ ആൾക്കാരും ഇവിടെ എത്തി കുറെ നേരം വെയിറ്റ് ചെയ്തിട്ടാണ്. അപ്പൊ ആദ്യമേ തന്നെ ഈ ടീമിന്റെ ലീഡറുടെ അടുത്ത് സംസാരിക്കാം. പറയൂ സർ, ഡീറ്റെയിൽ ആയിട്ട് ഫുൾ പറയാം. അതായത് അകലെ നീ പാടൂ എന്ന് പറയുന്ന ഒരു ആൽബമാണ് ചെയ്തിരിക്കുന്നത്. അതെങ്ങനെ വന്നു, എന്തുകൊണ്ടാണ് ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്തിയത്, വിശദമായിട്ട് നമ്മളുടെ ലിസണേഴ്സിന്റെ അടുത്ത് പറയാനാണ്. എൻ്റെ പേര് മോഹനൻ മംഗലശ്ശേരി. ഞാൻ ദുബായിലെ കലാമണ്ഡലം മ്യൂസിക് ആൻഡ് ഡാൻസ് സെന്ററിലെ മ്യൂസിക് അധ്യാപകനാണ്. ഞാനവിടെ പോയി 8.5 വർഷമായിട്ട് ഞാനവിടെ വർക്ക് ചെയ്യുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ടൊരു സംരംഭം ഉണ്ടാകണമെന്ന് കുറെ കാലമായിട്ട് വിചാരിക്കുന്നു. കുറെ നേരത്തെ വിചാരിച്ചാണ് ഒരു ആൽബം ഉണ്ടാകണം എന്നിങ്ങനെ തീരുമാനിച്ചിരുന്നു. പിന്നെ നിയോഗം എന്ന് പറയുന്ന പറഞ്ഞുണ്ടല്ലോ, അത് പക്ഷെ ഇപ്പോഴാണ്. പക്ഷെ അപ്പൊ അതിന്റെ പാത്രഭാക്കുകളാകാൻ ഇവർക്കാണ് ഭാഗ്യം ഉണ്ടായത്. എന്താണെങ്കിലും തീർച്ചയായിട്ടും അവരുടെ ഒരു വലിയൊരു എഫേർട്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ആൽബം ഉണ്ടാകാനുള്ള കാരണം. അവരുടെ അടുത്ത എഫേർട്ട് വളരെ വളരെ വലുതാണ്. അതുകൊണ്ട് അവരെല്ലാരെയും ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുകയാണ്. അപ്പൊ നമ്മുടെ കൂടെ മ്യൂസിക് ഗുരുവും ശിഷ്യന്മാരുമാണ്. അവര് എല്ലാവരും കൂടി ചേർന്ന് ഒരുക്കിയിരിക്കുന്ന ഒരു ആൽബമാണ് അകലെ നീ പാടൂ. അപ്പൊ അതിലെ പാട്ടുകൾ തന്നെയായിരിക്കും ഇന്ന് ഹിറ്റ് എഫ് എം ലൈവിലും നമ്മുടെ ലിസണേഴ്സ് കേൾക്കുന്നുണ്ടാവുക. അതിൽ ആദ്യത്തെ ഏത് പാട്ടാണ് പാടുന്നത്? ആദ്യം അവിടെ പഠിക്കുന്ന തന്നെയാണ് പാടിയിരിക്കുന്നത് പറഞ്ഞു. അതിൽ തന്നെ വളരെ ഒരുപാട് കഴിവുകളുള്ള ആൾക്കാരാണ് എല്ലാവരും തന്നെ. അതിൽ പഠിക്കുന്ന ഒരാൾ, ഒരു പാട്ട് പാടിയിരിക്കുന്ന ഒരാൾ തന്നെ അതിലൊരു പാട്ട് എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു പാട്ടാണ് ഞാൻ അതിനകത്ത് പാടിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഞാനതൊന്ന് പാടാൻ ആഗ്രഹിക്കുകയാണ്. ആയിക്കോട്ടെ. ഓക്കെ. ഒരു കൃഷ്ണ തുളസീദളം പോലെ എൻ മനം പുലർമഞ്ഞു തുള്ളിയെ കാത്തിരുന്നു. ഒരു കൃഷ്ണ തുളസീദളം പോലെ എൻ മനം പുലർമഞ്ഞു തുള്ളിയെ കാത്തിരുന്നു. കുളിർത്തൂവും തെന്നലോടൊത്തു വരുന്നൊരാ മഴയുടെ മണിനാദം കാത്തിരുന്നു. ഒരു കൃഷ്ണ തുളസീദളം പോലെ എൻ മനം പുലർമഞ്ഞു തുള്ളിയെ കാത്തിരുന്നു. കുളിർത്തൂവും തെന്നലോടൊത്തു വരുന്നൊരാ മണിനാദം കാത്തിരുന്നു. ഞാൻ കാത്തിരുന്നു. ഒരു കൃഷ്ണ തുളസി ദളം പോലെ എൻ മനം പുലർമഞ്ഞു തുള്ളിയെ കാത്തിരുന്നു. ആഹാ, ഗംഭീരം. അപ്പൊ എന്തായാലും ഇതിന്റെ റെക്കോർഡഡ് വേർഷൻ കുറച്ചൊന്ന് നമ്മുടെ ലിസണേഴ്സ് ഒന്ന് കേൾപ്പിച്ച് എന്നിട്ട് നമുക്ക് തിരിച്ചു വരാം. ഒരു കൃഷ്ണ തുളസീദളം പോലെ എൻ മനം പുലർമഞ്ഞു തുള്ളിയെ കാത്തിരുന്നു.
കാത്തിരുന്നു. കുളിർത്തൂവും തെന്നലോടൊത്തു വരുന്നൊരാ മഴയുടെ മണിനാദം കാത്തിരുന്നു. ഒരു കൃഷ്ണ തുളസീദളം പോലെ എൻ മനം പുലർമഞ്ഞു തുള്ളിയെ കാത്തിരുന്നു. കുളിർത്തൂവും തെന്നലോടൊത്തു വരുന്നൊരാ മഴയുടെ മണിനാദം കാത്തിരുന്നു. ഞാൻ കാത്തിരുന്നു. ഓക്കെ, ഇതാണ് ഇപ്പോ കേട്ടത്. അകലെ നീ പാടൂ എന്ന ആൽബത്തിലെ പാട്ടാണ്. ഒരു കൃഷ്ണ തുളസീദളം. ഇപ്പൊ നേരത്തെ സംസാരിച്ച മോഹനൻ സാർ തന്നെയാണ് ഇത് പാടിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ശിഷ്യൻ തന്നെയാണ് ഇതിന്റെ വരികളും രചിച്ചിരിക്കുന്നത്, രാജേഷ് അല്ലേ? അതെ അതെ. ഓക്കെ, അപ്പോ ഇനി നമുക്ക് അടുത്ത പാട്ടിലേക്ക് നീങ്ങാം. അടുത്ത പാട്ട് പാടാൻ പോകുന്നത് ശ്രീകുമാറും അതുപോലെ തന്നെ സോണിയുമാണ്. അപ്പം ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് ഈ ഒരു ആൽബത്തിൽ പാടിയിരിക്കുന്ന കളിച്ചിരിയുടെ പ്രായം എന്നുള്ളതാണ്. എത്ര വർഷമായി ഇവിടെ സാറിന്റെ അടുത്ത് പഠിക്കുന്നു? എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എന്റെ പേര് സോണി. ഓക്കെ, കുറച്ചുകൂടി വേണമെങ്കിൽ അടുത്തെന്ന് പറഞ്ഞു. അപ്പം ഞാൻ മാഷിന്റെ അടുത്ത് പഠിക്കാൻ തുടങ്ങിയിട്ട് 6 മാസമായിട്ടേ ഉള്ളൂ. ഓക്കെ, അതിനിടയിൽ മാഷ് ഇങ്ങനെ ഒരു ചാൻസ് തന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഓക്കെ, അപ്പം ശ്രീകുമാറിന്റെ അടുത്ത് വെക്കാനുള്ളത്, ആദ്യമായിട്ടാണ് ശ്രീകുമാർ ഒരു ആൽബത്തിലൊക്കെ ഇങ്ങനെ ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ പോയി പാടുന്നത്? അതെ, ആദ്യമായിട്ടാണ്. എങ്ങനെ തോന്നി? വളരെ സന്തോഷം തോന്നി. കാരണം ഒരു ആദ്യമായിട്ട് കിട്ടുന്ന ഒരു അനുഭവമാണല്ലോ. അതെ, അതും പഠിപ്പിക്കുന്ന മാഷ് എന്നെ പറഞ്ഞെന്ന് പാടുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഏതായാലും നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ഡ്വറ്റ് ആണ് പാടിയിരിക്കുന്നത്, കളിച്ചിരിയുടെ പ്രായം അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും കേട്ടോക്കെ. കളിച്ചിരിയുടെ പ്രായം പൊൻകൊലുസു കൊണ്ടിയ നേരം, കുളിരുണരണ കാലം നിൻ മനസ്സിലകിയ നേരം, ചിരി പടരണ ചുണ്ടിൽ നറുതേൻ നിറയണ നേരം, മിഴിയിണകളിലെന്നേയൊരു ചെറുകുറുമ്പിന്റെ താളം, ഹൃദയവനിയിൽ മയിലിണകൾ ഇളകിയാടും നേരം, ഹൃദയവനിയിൽ മയിലിനകൾ ഇളകിയാടും നേരം, ഇത് പ്രണയ പരിക നിമിഷം, കളിച്ചിരിയുടെ പ്രായം പൊൻകൊലുസു കൊഞ്ചിയ നേരം, കുളിരുണരണ കാലം നിൻ മനസ്സിലകിയ നേരം. കളിച്ചിരിയുടെ പ്രായം എന്നത് ഇപ്പൊ കേട്ടത് ശ്രീകുമാറും അതുപോലെ തന്നെ സോണിയും ചേർന്ന് പാടിയിട്ടുള്ളതാണ്. ഇത് രചിച്ചിരിക്കുന്ന അനിത്താണ്. അനിത്തും നിങ്ങളുടെ തന്നെ അവിടെ സ്റ്റുഡന്റ് ആണോ അതോ പുറത്തുനിന്ന്? അവരൊക്കെ പുറത്തുള്ളവർ തന്നെയാണ്. പുറത്തുള്ളത്. ആകെ ആ ഒരു പാട്ട്, സാറ് പാടിയ പാട്ട് മാത്രമേ സാറിന്റെ സ്റ്റുഡന്റ് എഴുതിയിട്ടുള്ളൂ. അപ്പൊ എഴുതിയ വ്യക്തിയാണ് ഇനി അടുത്തത് പാടാൻ പോകുന്നത് അല്ലേ? അതൊക്കെ തന്നെയല്ല കാര്യം. ഞാൻ നോക്കുമ്പോൾ ഒന്ന് കൈപോക്കുന്നുണ്ടായിരുന്നു. അതാണ് രാജേഷ് എന്ന്. രാജേഷ് എന്ത് ചെയ്യുന്നു? ഞാനൊരു ഇൻഷുറൻസ് കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. ഓക്കെ, ഇത്രയും ജോലി തിരക്കിന്റെ ഇടയിലൊക്കെ എങ്ങനെയാണ് ഈ സംഗീതം പഠിക്കാനായിട്ടുള്ള സമയം കണ്ടെത്തി? അതിന് ജോലി തിരക്കിന് ടെൻഷനൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ചിലപ്പോൾ അങ്ങനെ ഓരോ കവിതകളൊക്കെ എഴുതും. ശരി, അപ്പൊ അങ്ങനെ ഒരു കവിത ഇന്നുണ്ടായ ഒരു ഇതാണ് സംരംഭമാണ് ഇത്. എനിക്ക് വളരെയധികം പ്രിയപ്പെട്ട ഒരു പാട്ടാണത്. അപ്പൊ ആദ്യം വരികൾ എഴുതിയിരുന്നു, എന്നിട്ട് അത് അപ്പം സാർ ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞപ്പം രാജേഷ് പറഞ്ഞ സാർ ഞാനൊരു സംഭവം എഴുതി വെച്ചിട്ടുണ്ട്, അതൊന്ന് നോക്കാവോ, അതിന് പാട്ട് ട്യൂൺ ഇടാവോ എന്നതാണോ ചോദിച്ചത്? കുറെ വരികൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പല പാട്ടുകൾ ഇങ്ങനെ വീണ്ടും കറക്റ്റ് ചെയ്തിട്ടാണ് അവസാനം ഇങ്ങനെ വന്ന് നിന്നത്. കുറെ പാട്ടുകൾ എഴുതി അദ്ദേഹം തന്നെ പിന്നീട് മാറ്റിയാണ് ഈ പാട്ടിലേക്ക് വന്ന് നിന്നത്. ഓക്കെ, സാധാരണ നാട്ടിലേക്ക് നമ്മൾ പാട്ട് പഠിക്കുമ്പോൾ ആദ്യത്തെ നമ്മളൊരു അരങ്ങേറ്റം ഒരു സംഭവം, നമുക്കൊരു വേദി കിട്ടും. നവരാത്രിയിലൊക്കെയാണ് പ്രത്യേകിച്ച്. ഇന്നത്തെ ദിവസം അങ്ങനെ ഒരു ദിവസം കൂടിയാണല്ലോ. അപ്പൊ നവരാത്രി ആകുമ്പോൾ അന്നായിരിക്കും അരങ്ങേറ്റം നടത്തുന്നത്, പുതിയ കുട്ടികളെ പഠിപ്പിക്കുന്നതൊക്കെ. അപ്പം അങ്ങനെ ഒരു അരങ്ങേറ്റമായിട്ട് ഇതിനെ കാണാൻ പറ്റുമോ ഈ ഒരു ആൽബത്തിന് സാറിന്റെ സ്റ്റുഡൻസിന്റെ? അല്ല, ഇവര് നമ്മുടെ കലാമണ്ഡലത്തില് എല്ലാ വർഷത്തിലും നമ്മുടെ അരങ്ങേറ്റം പ്രോഗ്രാം നടത്താം. അതില് പാടാറുണ്ട്. അതില് അരങ്ങേറ്റം ചെയ്തിട്ടുള്ളവരാണ് പലരും. ഓക്കെ, അതില് സോണി മാത്രമേ ഉള്ളൂ പുതിയ ഇപ്പൊ നടത്താതെ. ശരി, ശ്രീകുമാർ മാത്രം. ശരി, പിന്നെ ബാക്കിയുള്ളവരൊക്കെ അരങ്ങേറ്റം നടത്തി ഒരു പ്രാവശ്യം സ്റ്റേജിൽ പാടിയിട്ടുള്ളതാണ്. പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള ഈ ഒരു അവസരം അവർക്ക് ആദ്യമായിട്ടാണ്. ശരി. അപ്പൊ ഏതായാലും നല്ലൊരു ദിവസം ഇങ്ങനൊരു അവസരം ഉണ്ടായത് എനിക്കും സന്തോഷം. അപ്പം ഇനി അടുത്ത പാട്ട് നമുക്ക് നോക്കാം. ഹൃദയത്തിൽ എന്നില്ലേ എന്നുള്ള പാട്ടാണ് ഇന്നലെ. ഓക്കെ, അപ്പൊ അതാണ് രാജേഷ് പാടിയിരിക്കുന്നത്. ശരി, കേട്ടോക്കട്ടെ. ഹൃദയത്തിൽ ഇന്നലെ തുടി ചേർന്ന കണ്ണുനീർ നിൻമുഖം തേടും കണ്ണാടിയായി നിൻ മൃദുലമാം നാണം എൻ കവിളിൻ വിതുമ്പലിൽ മറുവാക്കു നൽകാതെ പോയി മറഞ്ഞു. ഹൃദയത്തിൽ ഇന്നലെ തുടി ചേർന്ന കണ്ണുനീർ നിൻമുഖം തേടും കണ്ണാടിയായി നിൻ
മധുരമാം നാണം എൻ കവിളിൻ വിതുമ്പലിൽ മറുവാക്കു നൽകാതെ പോയി മറിഞ്ഞു. എല്ലാം തന്നെ കേൾക്കാൻ വളരെ ഇമ്പമുള്ള പാട്ടുകളായിട്ട് എനിക്ക് തോന്നി. എന്റെ ഒരു അഭിപ്രായം പറയാം. വീണ്ടും വീണ്ടും കേൾക്കാനായിട്ടുള്ള ഒരു ഫീൽ എന്തായാലും ഉണ്ട്. അപ്പൊ അകലെ നീ പാടൂ എന്നുള്ള ആൽബം കലാമണ്ഡലം അവിടുത്തെ മ്യൂസിക് സാറിന്റെ ഒരു ഇനിഷ്യേറ്റീവാണ്. അദ്ദേഹത്തിന്റെ തന്നെ സ്റ്റുഡൻസ് ആണ് ഇതിൽ പാടിയിരിക്കുന്നതും. അതിലൊരു പാട്ട് പാടിയത് ഇപ്പൊ നമ്മൾ ഈ കേട്ട ഹൃദയത്തിൽ ഇന്നലിൽ പാടിയിട്ടുള്ള രാജേഷാണ് അത് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇനിയും കൂടുതൽ പാട്ടുകളുണ്ട് കേൾക്കാനായിട്ട്, കൂടുതൽ വിശേഷങ്ങളുണ്ട്. ഒരു ചെറിയ ബ്രേക്കിന് ശേഷം വീണ്ടും ഹിറ്റ് എഫ്എം ലൈവ് തിരിച്ചു വരുന്നതായിരിക്കും. സോ കീപ് ലിസണിംഗ് ടു ദുബായ്സ് ഓൺ ഹിറ്റ് 96.7 FM. ഇന്ന് ജാംബത്ത് ഹിറ്റ് എഫ് എം ലൈവിൽ എന്നോടൊപ്പം ഒരുപാട് ആൾക്കാരുണ്ട്. ഇവരെല്ലാവരും തന്നെ കലാമണ്ഡലം സ്കൂളിലാണ്, അതായത് മ്യൂസിക് സംഗീതം പഠിക്കുന്നവരാണ്. ആദ്യം പറയേണ്ടത് ഇവരെല്ലാവരെയും പഠിപ്പിക്കുന്ന സാറിനെ കുറിച്ച് തന്നെയാണ്. മോഹനൻ സാർ, അദ്ദേഹം ആണ് അകലെ നീ പാടൂ എന്നൊരു ആൽബം ചെയ്തിട്ടുണ്ട്. അതിൽ പാടിയിരിക്കുന്ന അദ്ദേഹത്തിന്റെ തന്നെ സ്റ്റുഡൻസ് ആണ്. നേരത്തെ 3ഓളം പാട്ടുകൾ കേട്ടു. ഇനിയിപ്പോ നമ്മൾ അടുത്ത കുറച്ച് പാട്ടുകൾ കേൾക്കാൻ പോവാണ്. അടുത്ത പാട്ട് പാടാനായിട്ട് ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നത് മജീദ് അജിത് ലാൽ ആണോ? ഓക്കെ അജിത് ലാൽ ആണ്. ശരിയാ, മൗനം മലരായി എന്നുള്ള പാട്ടല്ലേ? ഓക്കെ, അത് ഇവിടെ ഓഫ് ഇയർ ഒരു സംഭവം നടന്നു. പക്ഷെ അതിനെ കുറിച്ച് നമ്മൾ പറയാൻ പാടില്ല കേട്ടോ. നമ്മൾ അങ്ങനെ ഒരിക്കലും ഓഫ് ഇയർ നടന്ന സമയത്തെ കുറിച്ചൊന്നും പറയാൻ പാടില്ല. അപ്പം മൗനം മലരായി എന്നുള്ള പാട്ട് അജിത് ലാൽ ആണ് പാടിയിരിക്കുന്നത്. ഇത് രതീഷ് ആണ് എഴുതിയിരിക്കുന്നത് അല്ലേ? ശരി, ആയിക്കോട്ടെ. അപ്പൊ ആദ്യം നമുക്ക് പാട്ട് കേട്ടിട്ട് ബാക്കി പറയാം. മൗനം മലരായി മനസ്സിൻ മടിയിൽ കുളിരാൽ കിനിയും മധുരം നുകരാൻ അകലെ നീ പാടൂ, അരികെ നീ പോരൂ, ഹൃദയം കവരാൻ പ്രിയരാഗമായി മൗനം മലരായി മനസ്സിൻ മടിയിൽ കുളിരാൽ കിനിയും മധുരം നുകരാൻ അകലെ നീ പാടൂ. ഓക്കെ, ഇത് ഈ ഒരു കാര്യത്തിലുണ്ട്. കുറെ ആൾക്കാർ വന്നു കഴിഞ്ഞാല് ഞാൻ കൈയടിക്കണ്ട, അതിനും പകരം ഒരുപാട് സ്നേഹത്തോടെ കൂടെ പഠിക്കുന്നവർ എന്നെ കൈയടിക്കുക. അപ്പൊ എന്തായാലും ഈ പാട്ട് നമുക്കൊന്ന് അതിന്റെ ഒരു റെക്കോർഡഡ് വേർഷൻ ഒന്ന് കേട്ടോക്കാം. മൗനം മലരായി എന്നുള്ള പാട്ട് നമ്മളിപ്പോ കേട്ടത് മെയിൽ വോയിസിലാണ്. പക്ഷെ എന്റെ ഫീമെയിൽ വേർഷൻ ആണ്, അതിന്റെ റെക്കോർഡഡ് വേർഷൻ കേട്ടത്. എന്തുകൊണ്ടാണ് സർ ഈ പാട്ടിനൊരു മെയിൽ വേർഷനും ഫീമെയിൽ വേർഷനും വന്നത്? ഇത് നമ്മുടെ ആൽബത്തിന്റെ പേര് തന്നെ അകലെ നീ പാടൂ എന്നാണ്. അതുകൊണ്ട് എന്റെ ടൈറ്റിൽ സോങ് ആയിട്ട് ഇതാണ് വെച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ആ പാട്ടൊരു പ്രത്യേകതയായിട്ട് രണ്ട് വേർഷനും. അതെ, ആ പാട്ടിന് വളരെ പ്രത്യേകതകൾ ഉണ്ടതാണ്. ഈ പ്രത്യേകതകൾക്കുള്ള നമ്മുടെ കൂടെ ഇപ്പൊ ഇല്ലാത്ത ഒരാൾ കൂടെയുണ്ട്. അതിന്റെ റീമ്യൂസിക് ചെയ്ത ഒരാളുണ്ട്, മിസ്റ്റർ ഹരി വേണുഗോപാൽ. പുള്ളിക്കാരൻ നാട്ടിലാണുള്ളത്. അദ്ദേഹത്തിന്റെ ഒരു റീമ്യൂസിക്കും കൂടെയാണ് ഇതിനെ ഇത്രയും ഭംഗിയാക്കിയത്. അപ്പൊ അത് ശരിക്കും ഇവര് പാടുമ്പോൾ തന്നെ അവർക്ക് വളരെ ഫീൽ ആയിരുന്നു അതിന്റെ റെക്കോർഡിംഗ് സമയത്തൊക്കെ. അപ്പം അതുകൊണ്ട് എനിക്ക് തന്നെ തോന്നി അത് കേട്ടിരുന്ന സോണിക്കും അത് പാടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിക്കായിരുന്നു ഈ പാട്ടിന് രണ്ട് വേർഷൻ ഇരുന്നോട്ടെ അല്ലേ. കാര്യം ബാക്കി എല്ലാം സോളോ ആണ്, ഡുവറ്റ് ഉണ്ട്. പക്ഷെ ഈ പാട്ടിന് മാത്രം ഒരു മെയിൽ വേർഷനും ഉണ്ട്, ഫീമെയിൽ വേർഷനും ഉണ്ട്. അത് ഈ ടീം എല്ലാവരും പറഞ്ഞു അത് നമുക്ക് ഇത് ഫീമെയിലും കൂടി ഒന്ന് ഇരുന്നാൽ നന്നായിരിക്കും അല്ലേ. അങ്ങനെ അവരുടെ ഒരു അഭിപ്രായത്തിൽ തന്നെയാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തത്. ശരി, അപ്പൊ ഏതായാലും ഫീമെയിൽ വേർഷൻ പാടിയത് സോണിയാണ്. ഇനി ഇതിന്റെ റെക്കോർഡിംഗ് ഒക്കെ എവിടെ വെച്ചാണ് നടന്നത് സർ? റെക്കോർഡിംഗ് നമ്മുടെ കലാമണ്ഡലത്തിൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്തത്. നമുക്ക് അങ്ങനെ സ്റ്റുഡിയോ ഉണ്ടായിരുന്നില്ല, നമ്മുടെ കലാമണ്ഡലത്തിൽ തന്നെ സ്റ്റുഡിയോ ചെയ്തിട്ട് ചെയ്യായിരുന്നു ചെയ്തത്. ശരി, ഇപ്പൊ എത്ര ദിവസം കൊണ്ടാണ് ഇതെല്ലാം ഒരുക്കിയൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ആയത്?
ഇത് നേരത്തെ ഇങ്ങനെ ആലോചിച്ചിരുന്നെങ്കിലും ഇങ്ങനെ ഒരു കൂട്ടായ്മ ഒരു തീരുമാനം വരികയും ഇതിങ്ങനെ പെട്ടെന്ന് ചെയ്യുകയും ചെയ്ത് വളരെ ചെറിയൊരു സമയത്തിനുള്ളിലാണ്. ആയിക്കോട്ടെ. അപ്പൊ അത് ഒരു സമയത്ത് ഇങ്ങനെ ഒരു അഭിപ്രായം ഇങ്ങനെ ഞങ്ങൾ പറയുന്ന സമയത്ത് ഞങ്ങൾ റെഡിയാണ് സർ. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ആഗ്രഹം എന്റെ മനസ്സിലുണ്ട്, ഇങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്റെ അടുത്ത് പറഞ്ഞു ഞങ്ങളെ കൊണ്ടൊക്കെ പാടിക്കാൻ മാഷ് തയ്യാറാണെന്നുണ്ടെങ്കിൽ, മാഷിന് ഞങ്ങളെ കൊണ്ട് പാടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞങ്ങൾ റെഡിയാണ്, എപ്പോഴാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ആ ഒരു എനർജിയാണ് ശരിക്കും ഇതിങ്ങനെ ആകാനുള്ള ഒരു കാരണം. ആയിക്കോട്ടെ. പിന്നെ ഇപ്പൊ അടുത്ത പാട്ട് മഴയാണ് പെണ്ണെ, അത് നമ്മള് കേൾക്കാൻ പോകുന്നത് മജീദ് അക്ബർ അല്ലേ ഇത് പാടാൻ പോകുന്നത്? ഡുവറ്റ് ആണ്. മജീദ് അക്ബറും ഉണ്ട്, ബിന്ദു ജയന്ത്, രണ്ടുപേരോട് ചേർന്നിട്ടാ പാടിക്കുന്നത്. അപ്പൊ ആദ്യം ഞാനൊരു കാര്യം ചെയ്യാം, മജീദ് അക്ബറിന്റെ അടുത്ത് വരാൻ കാരണം മജീദായിട്ട് ഒരു പഴയ കണക്ഷനും കൂടി എനിക്കുള്ളതുകൊണ്ട് ഞാൻ ബിന്ദുവിലേക്ക് പോവാണ്. ബിന്ദു വരൂ. ബിന്ദു ഇവിടെ എത്ര വർഷമായി ദുബായില്? പെട്ടെന്ന് വന്നോളൂ, പെട്ടെന്ന്. ബിന്ദുവിന്റെ പേര് പോലെ തന്നെയാണ്, മന്ദമാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. ബിന്ദു പറയൂ. ഞാൻ വന്നിട്ട് ഇപ്പോ ഒരു 10 വർഷമാകുന്നു ദുബൈയില്. അത് ശരി. നാട്ടില് ഇരുന്ന സമയത്തും പാട്ട് പഠിക്കുമായിരുന്നോ? ഇല്ലില്ല, ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് പാട്ട് പഠിക്കാൻ തുടങ്ങിയത്. അത് ശരി. ജസ്റ്റ് ഒരു 3 years കഴിഞ്ഞിട്ടേ ഉള്ളൂ പാട്ട് പഠിക്കാൻ തുടങ്ങി. ഭാഗ്യമാണ്. ഞാൻ പാട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ, പാടുന്നതും ഒരു റെക്കോർഡിംഗ് നടത്താന്നൊക്കെ പറഞ്ഞാൽ അതൊരു എക്സ്പീരിയൻസ് ആണല്ലോ. അപ്പൊ എന്തായാലും അത് ആ സാറിന്റെ അടുത്ത് എന്തായാലും അതൊരു വലിയൊരു താങ്ക്സ് നിങ്ങൾ പറയാ, കാരണം ഇങ്ങനെ ഒരു ചാൻസ് കിട്ടുന്നത് തന്നെ. മാഷ് അങ്ങനെ ഒരു ചാൻസ് തന്നത് ഒരു ദൈവം തന്ന ഒരു ഗിഫ്റ്റ് ആയിട്ടാണ് മാഷിലൂടെ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അതിന് ഒരുപാട് നന്ദി പറയുന്നു. ഓക്കെ. അപ്പൊ ഇനി മജീദിലേക്ക് വരാം. മജീദ് ഇതിന് മുൻപും ഈ ഒരു സിറ്റുവേഷനിൽ വന്നിട്ടുണ്ട്, പക്ഷെ ഇത്രയും അന്ന് അധികം ആൾക്കാരുണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല മജീദ്. അല്ലാതെ മജീദിന്റെ ശബ്ദം ഒന്നൊരു ശബ്ദം. മജീദ് ഹലോ പറഞ്ഞു. ഹലോ കണ്ടാ? ഓ ഓക്കെ. എന്നാലും മജീദും ബിന്ദുവും കൂടി പാടിയിരിക്കുന്ന മഴയാണ് പെണ്ണെ അതൊന്ന് കേട്ടിട്ട് നമുക്ക് സംസാരിക്കാം. ആരെങ്കിലും ഷാബുവിന്റെ ശബ്ദത്തെ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മിസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ കേട്ടത് നമ്മുടെ ഷാബുവിന്റെ ശബ്ദം തന്നെയായിരുന്നു. അപ്പൊ ഏതായാലും മഴയാണ് പെണ്ണെ എന്നുള്ള പാട്ട് അല്പസമയത്തിനകം നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. ഇപ്പോ കേട്ടത് ഈ അകലെ നീ പാടൂ എന്ന ആൽബത്തിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ്, അതിൽ പാടിയിട്ടുള്ളവരുടെ കാര്യങ്ങളാണ് നമ്മളിപ്പം ഷാബുവിന്റെ ശബ്ദത്തിലൂടെ കേട്ടത്. ഇനിയിപ്പോ അടുത്ത പാട്ടിലേക്ക് പോവാം. അടുത്തത് കറുത്ത മറുക് എന്ന് തുടങ്ങുന്ന പാട്ടാണ്. അത് പ്രജീൻ പാടിയിട്ടുള്ള പാട്ടാണ്. പ്രജീൻ പറയൂ, പാട്ട് പാടിയതിന്റെ ഒരു എക്സ്പീരിയൻസ്. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു എവ്രിബഡി ഫോർ ഹാവിംഗ് അസ് ഹോസ്റ്റഡ് ഇൻ ദിസ് പ്രോഗ്രാം. നിമ്മിയുടെ പ്രോഗ്രാമിന് നമുക്ക് പങ്കെടുക്കാൻ ചാൻസ് കിട്ടിയത് തന്നെ വലിയൊരു കാര്യമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഞാൻ വേണമെങ്കിൽ 5 തൊട്ട് 6 മണി വരെ നിങ്ങൾക്ക് സമയം തരുന്നു. റേഡിയോക്റ്റ് വേണ്ടെന്ന് വെക്കും. ഓക്കെ, പറഞ്ഞോളൂ. അപ്പൊ ഏതായാലും ആദ്യം നമുക്കൊന്ന് പാട്ടിലേക്ക് വരാം. സമയത്തിന്റെ കൂടി ഒരു ചെറിയ ഇതുള്ളതുകൊണ്ടാണ്. പാട്ട് കേട്ടതിന് ശേഷം ഞാൻ എക്സ്പീരിയൻസ് ചോദിച്ചു, അത് മാത്രം പറഞ്ഞില്ല. എന്തായാലും പാട്ട് കേൾക്കാം. കറുത്ത മത എഴുതിയിരിക്കുന്ന ലിറിക്സ് ആരാ എഴുതിയിരിക്കുന്നത്? ബൈജു കാങ്കോൾ. ഓക്കെ, ശരി. അപ്പൊ ഏതായാലും കേട്ടോട്ടെ. കറുത്ത മറുകു നിനക്കൊരഴക് പെണ്ണെ, നിന്റെ തുടുത്ത കവിള് ചുവന്നിരിക്കണതെന്തേ? കറുത്ത മറുകു നിനക്കൊരഴക് പെണ്ണെ, നിന്റെ തുടുത്ത കവിള് ചുവന്നിരിക്കണതെന്തേ? മെഴിയിണയിൽ നീലവർണ്ണജാലം പെണ്ണെ, മഴമുകിലിൽ നീ കവർന്നതല്ലേ? മിഴിയിണയിൽ നീലവർണ്ണജാലം പെണ്ണെ, മഴമുകിലിൽ നീ കവർന്നതല്ലേ? കറുത്ത മറുകു നിനക്കൊരഴക് പെണ്ണെ, നിന്റെ തുടുത്ത കവിള് ചുവന്നിരിക്കണതെന്തേ? ആരാണ് ഫീമെയിൽ വോയിസ് കൊടുത്തിരിക്കുന്നത്? സോണിദീപ്. എന്റെ എല്ലാം അല്ലേ പാട്ടിന്റെ ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ നമ്മളൊരു ഫീമെയിൽ വോയിസ് കേൾക്കുന്ന പോലെ ഈ പാട്ടിന്റെ അവിടെ ഇവിടെയൊക്കെ നമുക്കൊരു അയ്യട ഒക്കെ കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, പറയൂ. അപ്പം ഈ ഒരു പാട്ട് പാടാനുള്ള പാടിയപ്പോഴുള്ള എക്സ്പീരിയൻസ്. ഇതിലെ ഏറ്റവും ഭംഗിയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ആൽബത്തിലെ എല്ലാ ശ്രോതാക്കൾക്കും ഇഷ്ടപ്പെടാവുന്ന ഒരു പാട്ടെങ്കിലും ഉണ്ടാവുന്ന 100% നമുക്ക് ഷുവറിറ്റി ഉണ്ട്. ശരി ശരി. അപ്പോ അതിൽ പങ്കെടുക്കാൻ എനിക്ക് ചാൻസ് കിട്ടിയത് ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു കാര്യം. അത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സംഭവം. ഓക്കെ, പ്രജിൻ എന്ത് ചെയ്യുന്നു ഇവിടെ? ഞാൻ ജനിച്ചു വളർന്ന ദുബായിൽ തന്നെയാണ്. ഞാൻ എന്റെ സ്വന്തം ബിസിനസ് ചെയ്യുന്നു. ഓക്കെ, ബിസിനസ് എഞ്ചിനീയറിംഗ് ആണ്. കഴിഞ്ഞ 30 കൊല്ലമായിട്ട് കമ്പനി നടക്കുന്നു. അതിൽ ഞാൻ പ്രൊക്യൂർമെന്റ് മാനേജർ. ഓ, അത് ശരി. അപ്പം ദുബായിട്ടാണ് കൂടുതൽ ബന്ധം. നാട്ടിൽ പോവാറുണ്ടോ? എല്ലാ നാട്ടിൽ എവിടെയാ സ്ഥലം?
തൃശ്ശൂരാണ് സ്ഥലം. തൃശ്ശൂരാണ്. ഓക്കെ. അപ്പൊ ഏതായാലും അകലെ നീ പാടൂ എന്നുള്ള ആൽബത്തിൽ ഏകദേശം 6ഓളം പാട്ടുകളാണ് കേട്ടത്. ഇത് കലാമണ്ഡലം അവിടെ മ്യൂസിക് പഠിപ്പിക്കുന്ന മോഹനൻ സാറും അദ്ദേഹത്തിന്റെ സ്റ്റുഡൻസുമാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പൊ കുറച്ചുകൂടി പാട്ടുകൾ കേൾക്കാനായിട്ടുണ്ട്. അതൊരു ചെറിയ ബ്രേക്കിന് ശേഷം തിരിച്ചു വന്നതിന് ശേഷം ഞാൻ ആ പാട്ടുകൾ കേൾപ്പിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ വൈകിട്ട് റേഡിയോ ആക്റ്റീവ് സമയത്താണ് നമ്മുടെ ഹെയർ ഫോർ ഹോപ്പ് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു മുടി ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇന്നും ആക്ച്വലി ഒരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നു ഹെയർ ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നു സിന്ധുവും മായും കൂടി ചേർന്ന് തന്നെയാന്ന് തോന്നുന്നു മുടി മുറിച്ച് കൊടുത്തത്. അപ്പൊ എന്തായാലും ഇതിന്റെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഹിറ്റ് എഫ്എമ്മിന്റെ വെബ്സൈറ്റിൽ ചെല്ലാവുന്നതാണ്. ഹിറ്റ് എഫ് എം ലൈവ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹിറ്റ് എഫ് എം ലൈവിൽ അകലെ നീ പാടൂ എന്ന ആൽബത്തിന്റെ ഡീറ്റെയിൽസും അതിലെ പാട്ടുകളൊക്കെയാണ് കേൾക്കുന്നത്. ഇത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ആൽബമാണ്. കാര്യം ഇവിടെ വർഷങ്ങളായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ജോലിക്കൊപ്പം തന്നെ സംഗീതത്തോട്ടുള്ള സ്നേഹം കാരണം സംഗീതം പഠിക്കാൻ എത്തിയതോ കലാമണ്ഡലം മോഹനൻ സാറിന്റെ അടുത്ത്. മോഹനൻ സാറാണെങ്കിൽ മോഹനൻ സാറിന്റെ ആഗ്രഹം സ്റ്റുഡൻസിന്റെ അടുത്ത് പറയുകയും അവരെല്ലാവരും ഒരുമിച്ച് നിന്ന് ചെയ്ത ഒരു ആൽബമാണ് അകലെ നീ പാടൂ എന്നുള്ള ആൽബം. അപ്പം അതെ, ആൽബം ഏതായാലും അതിലെ അടുത്ത പാട്ട് പോവാണ്. ഞാൻ പെട്ടെന്ന് തന്നെ ആ പാട്ടിലേക്ക് നീങ്ങാണ്. അപ്പൊ അടുത്ത പാട്ട് മധുചന്ദ്രികയുടെ എന്നുള്ള പാട്ട് പാടിയിരിക്കുന്ന സജിത്താണ്. സജിത്ത്, അപ്പൊ ആ പാട്ടൊന്ന് ആദ്യം ഒന്ന് പാടാലോ? ശരി. മധുചന്ദ്രികയുടെ മലർവാടികളിൽ അലയും മനസ്സൊരു കഥ പറഞ്ഞു. മധുചന്ദ്രികയുടെ മലർവാടികളിൽ അലയും മനസ്സൊരു കഥ പറഞ്ഞു. കലകളുണർത്തിയ കവിതയുമായിൻ കാവ്യാംഗന നദിയായൊഴുകി. മധുചന്ദ്രികയുടെ മലർവാടികളിൽ അലയും മനസ്സൊരു കഥ പറഞ്ഞു. ഇതാണോ എല്ലാവരുടെയും ഫേവറേറ്റ് പാട്ട്? കുറച്ച് കൈയ്യടി കൂടിയതുപോലെ ഒരു സംശയം എനിക്ക്. നന്നായിട്ട് പാടി സജിത്ത്. എന്തായാലും ഇനിയും ഉണ്ട് അതില് പാട്ടുകള്. പക്ഷെ സമയമാണ് ഒരു പ്രശ്നം. പൊക്കോളാൻ പറയാം. അതുകൊണ്ടാണ് ഒരു പാട്ടും കൂടി നമുക്ക് കേൾക്കാം. അപ്പൊ അത് നീ ഒരോണ പാട്ടുമായി എന്നുള്ളത് അല്ലെ? ശരി, അത് സാർ തന്നെ പാടിയ പാട്ടാണ്. ഓക്കെ സാർ, ഒന്നുകൂടി അത് പാട്ടിനെ കുറിച്ച് ലാസ്റ്റ് അകലെ നീ പാടൂ ആൽബം ഇവിടെ വാങ്ങിക്കാൻ കിട്ടുമെന്ന് കൂടി ഒന്ന് പറയൂ. കാര്യം കേൾക്കുന്ന ലിസണേഴ്സിന് ഇനി ഒന്നും കൂടി കേട്ടാ കൊള്ളാന്ന് തോന്നിയാ. നമ്മളിത് വീഡിയോ ചെയ്യാനും കൂടി ഉദ്ദേശിക്കുന്നുണ്ടായിരുന്നു. ന്യൂ ഇയറിന് ലോഞ്ച് ചെയ്യണമെന്നാണ് വിചാരം. അപ്പൊ എന്റെ വീഡിയോ കാര്യങ്ങൾ പ്രോഗ്രസ് ചെയ്തോണ്ടിരിക്കുകയാണ്. ശരി, അതിന്റെ വീഡിയോ ലോഞ്ചിങ് ആണ് പറഞ്ഞത്. അതോ ഈ ആൽബം ഓൾറെഡി ഉണ്ടല്ലോ അല്ലെ? ആൽബം ലോഞ്ച് ചെയ്തിട്ടില്ല, എന്റെ ഓഡിയോ മാത്രമേ കഴിഞ്ഞു. വീഡിയോ ഓക്കെ, ശരി ശരി ചെയ്യണമെന്ന് വിചാരിക്കും. ശരി 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 ഓക്കെ. ശരിക്കും കേട്ടവരൊക്കെ ഇപ്പൊ കൂടെ ഉള്ളവരൊക്കെ നല്ല അഭിപ്രായമാണ് പറയുന്നത്. അത് എങ്ങനെയാണ് ബാക്കി കേൾക്കുന്നവരാണ് ഞാൻ ബാക്കി തീരുമാനിക്കേണ്ടത്. ഉറപ്പായിട്ടും എന്റെയും അഭിപ്രായം പറയാം, നല്ല ഒരു ആരംഭം തന്നെയാണ്. അപ്പൊ ഇനിയും സാറിന് ഇതുപോലെ സാറിന്റെ സ്റ്റുഡൻസുമായി ചേർന്ന് ഒരുപാട് ആൽബംസ് ചെയ്യാൻ പറ്റട്ടെ എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. അപ്പൊ അതിലൊരു പാട്ടും കൂടി എന്തായാലും ഒന്ന് കേട്ടിട്ട് നമുക്ക് പിന്നെ ഹിറ്റ് എഫ് എം നമുക്ക് ഇങ്ങനെ ഒരു ഇത് ചെയ്തതിന് നെമ്മിക്കും റിയാസിനും പ്രത്യേകം നന്ദി. നിങ്ങളുടെ ഒരു എഫേർട്ടും കൂടെ ഞങ്ങൾ വളരെ വിലപ്പെടുത്തായിട്ട് ഞങ്ങൾ സ്വീകരിക്കുന്നു. ഞങ്ങളുടെയും സന്തോഷം സാർ. അപ്പൊ ഏതായാലും നീ ഒരു ഓണപ്പാട്ടായി എന്നുള്ള പാട്ട് ഓക്കെ സാറാണത് എഴുതിയിരിക്കുന്നത്? അല്ല, അത് അനി കാഞ്ഞിരമറ്റം എന്ന് പറയുന്നത്. ശരി ശരി ഓക്കെ. നീയൊരോണപ്പാട്ടുമായി ഈ വഴി ചെറുതുമ്പനുള്ളി ഏകയാ നീ പോകയോ. നീയൊരോണപ്പാട്ടുമായി ഈ വഴി ചെറുതുമ്പനുള്ളി ഏകയാ നീ പോകയോ. ഏകയാ നീ
പാട്ടുമായി ഈ വഴി ചെറുതുമ്പ് നുള്ളി ഏകയാ നീ പോകയോ ഏകയാ നീ പോകയോ. അകലെ നീ പാടൂ എന്ന ആൽബത്തിലെ പാട്ടുകളാണ് കേട്ടത്. ആ പാട്ട് പാടിയിരിക്കുന്നതും അതുപോലെ എല്ലാം തന്നെ കലാമണ്ഡലമാണ്. സ്കൂളിൽ മ്യൂസിക് പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ്. അതിന്റെ സാറാണ് ഈ ഒരു തീരുമാനം എടുത്തത്, അകലെ നീ പാടൂ എന്നുള്ള ആൽബം ഉണ്ടാക്കാൻ. അപ്പൊ അതിന്റെ ലോഞ്ച് അടുത്ത ന്യൂ ഇയറിനാകുമെന്നാണ് വിചാരിക്കുന്നത് അല്ലേ? അപ്പൊ എല്ലാവിധ ആശംസകൾ അറിയിക്കുകയാണ്. വീണ്ടും വീണ്ടും എല്ലാവരും ആൽബം ഒക്കെ വാങ്ങിച്ച് പാട്ടുകളൊക്കെ കേൾക്കട്ടെ. ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ടും ഒക്കെ ഇനി വരും എന്ന് വിചാരിക്കാം അല്ലെ? ഇനിയും ഉണ്ടാവുമല്ലോ. ഇനിയിപ്പോ തീർച്ചയായിട്ടും ഇനിയിപ്പോ പാടാൻ ചാൻസ് കിട്ടാതെ പോയ സ്റ്റുഡൻസിന് ഒരു മനസ്സിന്റെ ഉള്ളിൽ ഒരു വിഷമം ഉണ്ടാവും. സാർ ഇനിയിപ്പോ ഇതിന്റെ അടുത്ത അതെ ആയിക്കോട്ടെ. അപ്പൊ എന്തായാലും ഇത് തുടർന്നും ഇതുപോലെ ഒരുപാട് ആൽബംസ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. എല്ലാവരും ഇവിടെ നമ്മുടെ സ്റ്റുഡിയോയിൽ കണ്ടതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു നിമ്മി. ഓക്കെ.